വെൽക്കം ബാക്ക് ടു ഡേവിഡ് ദ ലിറ്റിൽ ചാമ്പ്. ഈ പൂ കണ്ടോ, എന്ത് വലുത്! എൻ്റെ കയ്യേക്കാളും വലിയ പൂവാണേ. ഇത് ഒരു കൂട്ടമായിട്ട് നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയായിരിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങളുടെ ഓണാഘോഷവും അതിൻ്റെ കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു കുഞ്ഞു ട്രിപ്പെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിനെ ഒരുപാട് പിടിച്ച് സന്തോഷിപ്പിക്കുന്ന നല്ലൊരു ട്രിപ്പായിരുന്നു അത്. കാരണം പൂക്കളും വസന്തങ്ങളായിട്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു ട്രിപ്പായിരുന്നു, കുഞ്ഞു ട്രിപ്പ്. ഈ അത്തപ്പൂക്കളമെല്ലാം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് CTCRI എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ വർഷം നടന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്ത അത്തപ്പൂക്കളമാണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളം ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനകത്ത് തീം ബേസ്ഡ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഓപ്പറേഷൻ സിന്ദൂറിനെ ബേസ് ചെയ്ത് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും, എന്നാലും ഞാനൊന്ന് ഡിഫൈൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇനി വരുന്നത് നമ്മൾ ഓണപ്പൂക്കളം ഇടുമ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് ഇപ്പം ഹിന്ദുസ് അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവും എന്നെനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഒരുക്കി വെക്കാറുണ്ട്. ഓണത്തപ്പനെയും പൂക്കളെയൊക്കെ അവരുടെ ആചാരപ്രകാരം നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഓണപ്പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ആരവം 2025 അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പൂഴിമണലിനെ പൊന്നാക്കിയ ഒരാളെ പറ്റിയാണ്. ഇത് നടക്കുന്നത് തിരുവനന്തപുരത്താണ്. പണ്ട് നമ്മൾ സുന്ദരപാണ്ഡ്യപുരം, തമിഴ്നാട് വിവിധ ഭാഗങ്ങളിൽ പോയി സൂര്യകാന്തി പാടം കാണുന്നതിനേക്കാളും ഒരുപാട് ഹെൽപ്ഫുള്ളും നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന, നിലമൊഴിയാനായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യന്ത്രങ്ങളെ പരിചയപ്പെടുത്തുമായിരുന്നു. അതിൻ്റെ ഓരോ അപ്ഗ്രേഡിങ്ങും കാണിച്ചു. അതിനുശേഷം നമ്മൾ വരുമ്പോഴത്തേന് ഒരുപാട് മുളക് തൈകൾ നട്ടേക്കുന്ന കാണാം. അതും നമ്മുടെ കൈയുടെ അത്രയും പോലും വലിപ്പം ഇല്ലാത്തതിനകത്ത് തന്നെ ഒരുപാട് മുളകൊക്കെ പിടിച്ച് നിൽക്കുന്ന നമുക്ക് കാണാം. പിന്നെ നമുക്ക് ജമന്തിത്തോട്ടവും സൂര്യകാന്തി പാടവുമാണ് കാണുന്നത്. അത് ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നിങ്ങളിത് കണ്ട് മനസ്സിലാക്കുക. ഇതെവിടെയാണെന്ന് അറിയണ്ടേ? ഇത് തിരുവനന്തപുരത്താണ്. മലയാളികൾക്ക് ഇനി സൂര്യകാന്തി പാടം കാണാൻ ഗുണ്ടൽപേട്ടോ സുന്ദരപാണ്ഡ്യോ ഒന്നും പോകണ്ട. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് കഠിനകുളം കൃഷിഭവനിലെ സുജിത്ത് എന്ന കർഷകൻ്റെ തുമ്പയിലെ ചേരിമണൽ തീർത്ത ഒരു സൂര്യകാന്തി പാടമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഓഗസ്റ്റ് 26 മുതൽ ആരംഭിച്ചു. അതായത് 2025 ഓഗസ്റ്റ് 26 മുതൽ ആരംഭിച്ചു. സെപ്റ്റംബർ 15 വരെയാണ് നമുക്കിത് കാണാനുള്ള അവസരം. ഇത് സെൻറ്റ് സേവിയറീസ് കോളേജ് ക്യാമ്പസിൽ ആരവം എന്ന പേരിൽ കാർഷിക മേളയായിട്ട് നമ്മളെ നാട്ടുകാർക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. ഒരു ടിക്കറ്റിൻ്റെ റേറ്റ് 40 രൂപയാണ്. കുട്ടികൾക്കാണെങ്കിൽ 20 രൂപ. ക്യാമറ എങ്ങാനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 200 രൂപ എക്സ്ട്രാ നമ്മൾ പേ ചെയ്യേണ്ടി വരും. എന്നാലും നമ്മൾ ഈ വെളി രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവിടുത്തെ കൂടുതലായിട്ടും പൂക്കുന്ന ട്യൂലിപ്സ് കാണാനായിട്ട് ആൾക്കാർ പോകുന്നത്. അതേ ഒരു സെയിം അനുഭവമായിട്ട് ജമന്തിയും സൺഫ്ലവറും അതുപോലെ തന്നെ വാടാമല്ലി, ജമന്തിയുടെ പല വെറൈറ്റീസൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കാണാൻ, അതെല്ലാം ഇങ്ങനെ സൂര്യനെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് ഒരു നിമിഷം നമ്മൾ ആ പരിസരം തന്നെ മറന്നുപോകും. അത്ര ഭംഗിയായിട്ടാണ് അവരത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളിലൊന്നും നമുക്ക് കയറി എടുക്കാനായിട്ട് അധികം അനുവാദമില്ല. അതുകൊണ്ട് തന്നെ അത് നല്ല വൃത്തിയായിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നെൽപ്പാടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവർ. അതുപോലെ നമ്മുടെ വാട്ടർ വീൽ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരു ന്യൂ ഇൻഫോർമേഷനായിട്ട് മാറിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ബാക്കി സുന്ദരമായിട്ടുള്ള ഭാഗങ്ങൾ കാണാം.